ഹിറ്റിലേക്ക് വരാനുള്ള ഒരു സിനിമ തന്നെയായിട്ട് എനിക്ക് കഥ കേട്ടപ്പോൾ തൊട്ട് മനസ്സിലാണ്. ഈ ഹിറ്റുകൾ അടിക്കുമ്പോൾ ഒരു തിയേറ്റർ ഉടമ എന്ന നിലയിലേക്ക് നല്ല സന്തോഷം ഉണ്ടാവും. ഒരു പ്രൊഡ്യൂസർ എന്ന നിലയിൽ എങ്ങനെയാണ് മറ്റുള്ളൊരു സിനിമ ഹിറ്റുകൾ ആകുമ്പോൾ? അല്ല, തീർച്ചയായിട്ടും വളരെയധികം സന്തോഷമുണ്ട്. കാരണം ഈ അന്യഭാഷ ഇപ്പോൾ അതായത് തെലുങ്കിലൊക്കെ തമിഴിലൊക്കെ കൂടുതൽ ഒത്തിരി പുതിയ ആളുകളെ വെച്ചിട്ടുള്ള സിനിമകൾ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവിടെ ഈ സിനിമാ പ്രേമം കുറച്ചും കൂടി ഒരു കൂടുതലായിട്ട് ഉണ്ട്. ഇവിടെ എന്ന് പറയുന്നത് ഒരുപാടെണ്ണം ഇറങ്ങുമ്പോഴും സക്സസ് എന്ന് പറയുന്നത് വളരെ കുറച്ചാണ്. അപ്പം വാഴ എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ തണ്ണീർമത്തൻ ദിനങ്ങൾ, അതിന് മുമ്പ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെ കുറേ സിനിമകൾ ഒപ്പിക്കുന്നുണ്ടല്ലോ. പ്രേമിലും ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇതൊക്കെ ഇടയിലിടയിൽ മാത്രം സംഭവിക്കുന്ന ഒരു കാര്യങ്ങളാണ്. പക്ഷെ ഇപ്പോൾ വാഴ എന്ന് പറയുന്ന സിനിമയുടെ ഫസ്റ്റ് പാർട്ട് വലിയ ഹിറ്റായിരുന്നു. ഈ സിനിമ ഇൻഡസ്ട്രി ഹിറ്റാണ് വാഴക്ക്. അതായത് ഞാൻ പലരോടും ഡിസ്കസ് ചെയ്യാറുണ്ട്. കാരണം അമ്മാതിരി ഒരു കളക്ഷനാണ് എല്ലാ തിയേറ്ററുകളിലും ത്രൂ ഔട്ട് ആയിട്ടുള്ള. അപ്പം ഇതൊക്കെ ഒരു കുറെ അധികം ആളുകൾക്ക്, ഇപ്പം ഞാനെന്നല്ല എന്നെ പോലെയുള്ള കുറെ ആളുകൾക്ക് മുമ്പേ പറഞ്ഞതുപോലെ കണ്ടന്റ് ഓറിയന്റ് ആയിട്ട് ഇപ്പം എല്ലാവർക്കും എല്ലാ സൂപ്പർ സ്റ്റാറുകളെ വെച്ചിട്ട് സിനിമ ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഇപ്പം ചാമജനായിക്കോട്ടെ, അല്ലെങ്കിൽ രാജായിക്കോട്ടെ, മമ്മൂക്ക, ലാലേട്ടനൊക്കെ ഒരു വർഷം ഒരു 4 സിനിമകളായിരിക്കും ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. അപ്പോൾ ഒരു അപ്രോച്ച് എന്ന് പറയുന്ന ഒരു സാധനം കൂടെ ഉണ്ടല്ലോ. അപ്പം അങ്ങനെ വരുമ്പോഴത്തേനും നമുക്കിത് ഉദ്ദേശിക്കുന്ന സമയത്ത് നടക്കുന്നില്ല. ഇപ്പം ഈ കണ്ടന്റ് എന്നൊക്കെ പറയുന്നത് ഇതിനൊരു ലിമിറ്റ് ഉണ്ട്. ഒരു ഇത്ര നാളിൽ കൂടുതൽ ഒരു കണ്ടന്റ് സേഫായിട്ട് ഇരിക്കണമെന്നില്ല. അപ്പോൾ അവർ ഉദ്ദേശിക്കുന്ന ആ കണ്ടന്റ് ആ പറഞ്ഞ സമയത്ത് നടക്കണം എന്നില്ലെങ്കിൽ അതിൻ്റെ ആ ഒരു എന്താ പറയുക, അതിനോടുള്ള ഒരു ഇൻട്രസ്റ്റ് ചിലപ്പോൾ കുറഞ്ഞു വരാം. അപ്പോൾ ഒരു പുതിയതായിട്ടുള്ളൊരു കണ്ടന്റ് കണ്ടെത്തി ഫ്രഷേഴ്സുമായിട്ട് സിനിമ ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ അകത്തൊരു വലിയ കാര്യം. പിന്നെ ഇങ്ങനത്തെ ഒരു ആർട്ടിസ്റ്റുകളൊക്കെ ആയിട്ട് പടം ചെയ്യുമ്പോൾ ഫുൾ ഒരു നിർമ്മാതാവിൻ്റെ ഒരു ഇതിൽ നിന്ന് നോക്കുമ്പോൾ ഫുള്ളി റിസ്ക് എടുത്തുകൊണ്ടിട്ട് തന്നെ വരണം. അപ്പോൾ അതിനൊരു ലിമിറ്റേഷൻസ് ഉണ്ടാവും. ഇപ്പം ചെറിയ ചെറിയ സിനിമകൾക്ക് ആർട്ടിസ്റ്റിൻ്റെ ഒരു വലിയ ആർട്ടിസ്റ്റുകളെ വെക്കണ്ട, അല്ലെങ്കിൽ വലിയ ടെക്നീഷ്യൻസിനെ ചിലപ്പോൾ വെക്കുന്നില്ല. അപ്പോൾ അതൊരു മേജർ പാർട്ടാണ് സിനിമയുടെ ഒരു മേജർ പാർട്ട് എന്ന് പറയുന്നത്. എക്സ്പെൻസ് എന്ന് പറയുന്നത് അതാണ്. അപ്പോൾ അതില്ലാതെ നമുക്ക് ഒരു ലിമിറ്റഡ് ആയിട്ട് ഒരു എക്സ്പെൻസ് കൊണ്ടുവരാനായിട്ട് പറ്റും. അപ്പോൾ ഈ സിനിമകളുടെ വിജയം ഒരുപാട് പേർക്ക് ഇൻസ്പിറേഷനാണ്. നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാലോ എന്നുള്ളൊരു കാര്യം. അപ്പം നല്ല കണ്ടന്റുകൾ വരുമ്പോൾ പ്രേക്ഷകരും കൂടുതൽ ഈ പുതിയ ആർട്ടിസ്റ്റുകളുടെ സിനിമ കാണാനായിട്ട് വരും. അപ്പോൾ കൂടുതൽ സാധ്യതകളാണ്. നമ്മുടെ ഇൻഡസ്ട്രി തന്നെ എന്താ പറയുക, വലുതായിക്കൊണ്ടിട്ടിരിക്കുകയാണ്. ഇപ്പം സക്സസ് റേഷ്യോ നോക്കിയാൽ മലയാളം, തമിഴ്, തെലുങ്ക്, ഹിന്ദി എല്ലാം നോക്കിയാൽ ഏറ്റവും കൂടുതൽ സക്സസ് ഉള്ളത് മലയാള ഇൻഡസ്ട്രിക്കാണ് ഇപ്പോൾ നിലവിൽ. ഇപ്പം ഈ OTT പ്ലാറ്റ്ഫോമുകളൊക്കെ മറ്റ് ഇതെടുക്കുന്നുണ്ടെങ്കിലും ഇൻഡസ്ട്രി ഇത് നോക്കിക്കഴിഞ്ഞാൽ, ഇൻഡസ്ട്രി വൈസ് നോക്കിക്കഴിഞ്ഞാൽ മലയാള ഇൻഡസ്ട്രിയിലാണ് ഏറ്റവും കൂടുതൽ. ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ എല്ലാ ഇപ്പോൾ സ്റ്റേറ്റിൻ്റെയും കൂടെ ഒരു മീറ്റിംഗ് ഉണ്ടാകുന്നത്. അപ്പോൾ അവിടെ എല്ലാം പറഞ്ഞൊരു കാര്യം, ഇതെന്താണ് മലയാളത്തിൽ മാത്രം ഇത്രയും ഹിറ്റുകൾ സംഭവിക്കുന്നതെന്നാണ് ജനറലായിട്ട് അവിടെ സംസാരിച്ചത്. കണ്ടന്റ് ഓറിയന്റഡ് ആയിട്ടാണ് കൂടുതൽ ശ്രദ്ധിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടിട്ട് കൂടുതൽ ഹിറ്റ് ഉണ്ടാകുന്നു. ഇപ്പം ഇൻഡസ്ട്രി ഒരു കുറേ നാളുകളായിട്ട് വളരെ പോസിറ്റീവായിട്ടാണ് കൊണ്ടിട്ടിരിക്കുന്നത്. എല്ലാവരും ഒന്ന് ഫിൽട്ടർ ചെയ്ത് വരുന്നത് കൊണ്ടിട്ട് എല്ലാവരും സബ്ജക്റ്റിലും കൂടെ കുറച്ചുകൂടെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട് ഉള്ളതായിട്ടാണ് തോന്നുന്നത്. ആൻഡോ ജോസഫ് ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞ ദിവസം, താങ്കൾക്കാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ സ്ക്രീൻ ഉള്ളത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ സ്ക്രീനുള്ള താങ്കൾക്കാണ്, സിനിമ സ്ക്രീനുള്ളത്. ഇതൊന്ന് 40 അടുത്ത് സ്ക്രീനുകളുണ്ട്. ആൻഡോ ജോസഫ് കഴിഞ്ഞ ദിവസം ആവശ്യപ്പെട്ട് തിയേറ്റർ ഉടമകളുടെ അടുത്ത് തൻ്റെ സിനിമയ്ക്ക് 150-150 കോടി മുതൽ മുടക്കുള്ള സിനിമയാണ്. അതുകൊണ്ട് ആദ്യത്തെ ആഴ്ചയിൽ തന്നെ 60%, പിന്നീട് സെക്കൻഡ് വീക്കും 60% ഒഴിച്ച് സാധാരണ നടക്കുന്നതും 60-ഉം 55-ഉം അങ്ങനെയാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അത് അങ്ങനെ ആൻഡോ ജോസഫ് പറഞ്ഞു, താങ്കളുടെ തിയേറ്റർ, താങ്കളിപ്പോൾ ഒരു അസോസിയേഷൻ ഉള്ള ആളല്ല, താങ്കൾ അതിന് അങ്ങനെ ആൻഡോ പറഞ്ഞ കാര്യത്തിൽ യോജിക്കാൻ പറ്റുന്നു, ഒരു പ്രൊഡ്യൂസർ എന്ന നിലയിലും തിയേറ്റർ ഉടമ എന്ന നിലയിലും? ഇപ്പം വലിയ സിനിമകൾ എടുക്കുന്ന ആർക്കും എന്തും ചോദിക്കാം, തീർച്ചയായിട്ടും ചോദിക്കാം. കാരണം മുതൽ മുടക്ക് കൂടുതലായിട്ടുണ്ട്. പക്ഷെ ഇത് അങ്ങനെ കൊടുക്കാനായിട്ട് പറ്റുമോ എന്നുള്ളത് നമ്മുടെ ഇപ്പോൾ ഒരു സൗഹൃദത്തിൽ വേണമെങ്കിൽ എനിക്ക് വേണമെങ്കിൽ അങ്ങനെ ചിന്തിക്കാം. പക്ഷെ ഒരു അസോസിയേഷൻ ലെവലായിട്ട് വരുമ്പോഴത്തേനും അതിന് എല്ലാവരുടെയും പെർമിഷൻസ് വേണം. കാരണം ഈ വലിയ സിനിമകൾ സംഭവിക്കുന്നു എന്നുള്ളത് കറക്റ്റ്. പക്ഷെ ഈ ഹിറ്റ് ഇല്ലാത്ത സമയത്ത് ഈ തിയേറ്ററുകൾക്ക് വരുന്ന എക്സ്പെൻസ് ഉണ്ടല്ലോ, ലോസുകൾ വരുന്നുണ്ട്. അപ്പോൾ അത് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഇങ്ങനെ വലിയ ഹിറ്റുകൾ അല്ലെങ്കിൽ വലിയ സിനിമകളൊക്കെ വരുമ്പോഴാണ് അത് കവറപ്പ് ചെയ്ത് പോകാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ടിട്ടൊരു അങ്ങനെ ഒരു ചോദ്യം വരുമ്പോൾ എല്ലാവർക്കും അതിനോടൊരു പോസിറ്റീവായിട്ട് കാണാനായിട്ട് പറ്റത്തില്ല. ഈവൻ അങ്ങനത്തെ ഒരു സാഹചര്യമാണ്. കാരണം സിനിമ മാക്സിമം സപ്പോർട്ട് ചെയ്ത് കളിക്കുക എന്നുള്ളതല്ലാണ്ടിട്ട് പെർസെൻറ്റേജിന്റെ കാര്യം എന്ന് പറയുമ്പോൾ എല്ലാവരും കൂടെ കോമൺ ആയിട്ട് എടുക്കുന്ന ഒരു തീരുമാനമാണല്ലോ. അപ്പോൾ അത് ചിലപ്പോൾ അത് സാധിക്കത്തില്ലായിരിക്കാം. പക്ഷെ ഒരു വലിയ ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ള രീതിയിൽ
ആൾക്കത് ചോദിക്കുന്നതിന് തെറ്റില്ല.